ഹലോ ഗൈസ്, അപ്പോൾ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ദിയമോളുടെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പൊന്നേ. അങ്ങനെ രാവിലെ ദീകുട്ടീനെ എണീപ്പിച്ച് കുളി കഴിഞ്ഞിട്ട് സോമിനെ തൊഴുത്ത് ബർത്ത്ഡേ വിഷസ് അവളെ അറിയിച്ചു. എനിക്ക് കേട്ടോ. അങ്ങനെ നമ്മളതാ അമ്പലത്തിൽ പോവാണ്. ഞാന് ദീകുട്ടി അച്ഛമ്മ എല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള കാട്ടമ്പലത്തിലാണ് പോകുന്നത്. അനിയനും ഏട്ടനൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താ പറയാ, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണേ. അച്ഛമ്മ കുറേ ആയിട്ട് അങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ അങ്ങോട്ട് നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ അച്ഛമ്മ ഞാനില്ല എന്ന് പറയലാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛമ്മേനും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ പൊതുവേ മഴയുള്ള സമയമാണ്, പക്ഷെ അന്ന് രാവിലെ എന്തോ ഭാഗത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ദിയമോളുടെ അംഗൻവാടീൻ്റെ അവിടെ എത്താനായി. അപ്പോൾ ദിയമോൾ എന്താ പറയാ, അംഗൻവാടീൻ്റെ അവിടെ എത്താനാകുമ്പോൾ അവൾക്കൊരു ഇതാണ്, ഇവിടെ എങ്ങനെ ഇറക്കുമോ ഉള്ളൊരിത്. പക്ഷേ അപ്പം അങ്ങനെ അവളവിടെ ഇറക്കുകയും ചെയ്തില്ല. അങ്ങനെ നമ്മളത് അമ്പലത്തിൻ്റെ അവിടെ എത്താനായിട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ ഒന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ തലേദിവസം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ റബ്ബറും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല കാറ്റായിരുന്നു. പിന്നെ റബ്ബറൊക്കെ ചെറിയ കാറ്റ് കിട്ടുമ്പോഴേക്കിന് പൊട്ടുമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ അമ്പലത്തിലെത്തി. ദീകുട്ടി ഇതാ ശുന്തിരി കുട്ടിയായിട്ടുണ്ട്. അങ്ങനെ ദീകുട്ടി ഞാനും അച്ഛമ്മയും അച്ഛൻ എല്ലാവരും കൂടെ അമ്പലത്തിൽ കയറി തൊഴാൻ പോയി. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഇതാ നമ്മൾ പൊട്ടൊക്കെ എടുത്തൊട്ട് വീട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി വന്നിട്ട് സദ്യ ഉണ്ടാക്കി. ദിയകുട്ടിക്ക് നൂല് പായസം വേണമെന്ന് പറയുക, എന്ന് വെച്ചാൽ സേമിയത്തിന് അവൾ പറയും നൂല് പായസം മതി എന്ന് പറഞ്ഞ്. അങ്ങനെ സദ്യക്ക് ഉച്ചയായപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി. അപ്പോഴേക്കും അച്ഛൻ വന്നോട്ട്, കേക്കുമായിട്ട് അച്ഛൻ വന്നു. നമ്മൾ കേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോഴേക്കും ഞാൻ ദിയകുട്ടി കൊണ്ട് ബലൂണൊക്കെ പറ്റാവുന്ന അത്രയും നിറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള അച്ഛൻ വന്നിട്ട് വീർപ്പിച്ച് തന്നു കേട്ടോ. അപ്പോൾ ആ ദിയകുട്ടി കേക്ക് കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കുവാണേ. ഹലോ, അപ്പോൾ ഇതാ ദിയകുട്ടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ. ദിയകുട്ടി പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്യാൻ, ഞാൻ വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു കട്ട് ചെയ്തിട്ട് അച്ചി കൊടുത്തു. പിന്നെ അപ്പോഴേക്കും ദിയുവിൻ്റെ ബലൂൺ അങ്ങോട്ട് ചെരിഞ്ഞ് വീണു. അപ്പോൾ അമ്മമ്മ അത് റെഡിയാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ അമ്മമ്മയും കൂടെ കൂടിയിട്ട് അവളെ കൊണ്ട് കട്ട് ചെയ്യിച്ചു. അങ്ങനെ അമ്മമ്മയ്ക്കും ഒരു കുഞ്ഞു പീസ് കൊടുത്തു. പിന്നെ അവള് അമ്മ പറഞ്ഞു അമ്മ കട്ട് ചെയ്തോളാം. അപ്പോൾ പറഞ്ഞില്ല അമ്മമ്മ ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവള് കട്ട് ചെയ്യണം കേട്ടോ ചെയ്ത്. പിന്നെ അമ്മമ്മയും അച്ചച്ചി അവൾക്ക് കേക്കിന് പീസ് കൊടുത്തു. അങ്ങനെ ഹാപ്പി ആക്കി കേട്ടോ. അങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അവൾ മുത്തശ്ശി അവിടെ മാറിയിരിക്കുകയായിരുന്നു. അങ്ങനെ മുത്തശ്ശിക്ക് കൊണ്ടുകൊടുത്തു. മുത്തശ്ശി അപ്പോൾ ടൈമില്ല, കാരണം തിരക്കാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഓടി മുത്തശ്ശി വിളിച്ചു കേട്ടോ, വാ ഒരു കുഞ്ഞ് പൊട്ട് കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ മുത്തശ്ശീനെ അടുത്ത് കേക്കൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ദിയകുട്ടീനായിട്ട് ഞാനും കേക്ക് കട്ട് ചെയ്യിച്ചു. അവൾക്കും കേക്കിൻ്റെ പീസ് കൊടുത്ത് ഉമ്മയെ കൊടുത്തു കേട്ടോ. ശരിക്കും എല്ലാവരും മിസ് ചെയ്യുന്നു, ഏട്ടനെയും അനിയനെയും. അതുപോലെ വയനാട്ടിൽ അമ്മയും അനിയനൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വരാൻ പറ്റില്ലല്ലോ അവിടുന്ന്. പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. അവർ ഇനി വേറെ ദിവസം വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ദിയമോളെ ഹാപ്പി ആക്കുക എന്നുള്ളത് മെയിൻ. അപ്പോൾ അവളെ നമുക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കൊണ്ട് ഹാപ്പി ആക്കി. ലാസ്റ്റ് പോകുന്ന സമയത്ത് എൻ്റെ മുഖത്തും കൂടി അവളെ ഒരൽപ്പം എടുത്ത് തേച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് സദ്യ കഴിക്കുന്നതിലേക്ക് പോയിട്ടോ. ആ സദ്യ കഴിക്കാൻ നമ്മളിവിടെ എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിളക്ക് കത്തിച്ച് വയ്ക്കും, അരിയും പൂവൊക്കെ ഇട്ടിട്ട്. അങ്ങനെയാണ് നമ്മൾ പിറന്നാളിന് സദ്യ കഴിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ സദ്യ വിളമ്പി വെച്ചിട്ട് ഞാനും അതുപോലെ അമ്മമ്മയും മുത്തശ്ശിയും അച്ഛനും എല്ലാവരും നല്ല പ്രാർത്ഥിച്ച് അരിയും പൂവൊക്കെ ഇട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം പൂവും അരിയൊക്കെ ചാടുന്നുണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര എന്തോ ഒരു രസമായിട്ട് അവൾക്ക്. പക്ഷെ നമുക്കറിയില്ലല്ലോ. എന്തായാലും നമ്മൾ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ സദ്യ വിളമ്പിട്ടോ. കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിൽ പലതും ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിലും കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ കറണ്ട് വന്നും പോയിക്കൊണ്ടാണ് ലൈറ്റിൻ്റെ ചെറുത് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കുന്നത്. പിന്നെ നമ്മൾ സദ്യ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും ഈ കുട്ടി അതിരുന്നു, ഞാൻ അവരുടെ കൂടെ ഇരുന്നു കേട്ടോ. പിന്നെ മുത്തശ്ശി അമ്മമ്മ എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചു.
കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സദ്യ തന്നെ വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഈ കറണ്ട് പറ്റപ്പോയി. അപ്പം കുട്ടിക്കാണെങ്കിൽ അപ്പം തന്നെ സർപ്രൈസ് തരുമോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം അവൾക്ക് ആ ഒരു ഗിഫ്റ്റ് വൈകുന്നേരം വരെ കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ് നമുക്ക് വൈകുന്നേരം പൊട്ടിക്കാന്ന് പറഞ്ഞ്. അപ്പം ദീമോള് പറഞ്ഞു അമ്മ നമുക്ക് എനിക്കിപ്പോൾ തന്നെ എൻ്റെ സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക അവൾക്ക് വാങ്ങിയിട്ടുള്ള സമ്മാനം കൊടുത്തു. അച്ഛനും അമ്മയും കൂടി അവൾക്കൊരു വെള്ളിവള, ഒരു കൈച്ചേനായിട്ട് അതുപോലെ ഒരു ഇതാണ് കൊടുത്തത്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഗോൾഡും കാര്യങ്ങളും നമുക്ക് സ്കൂളിലേക്കൊന്നും പോകുമ്പോഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയിട്ട് അങ്ങനെ ഒന്ന് വാങ്ങി. അതുപോലെ ഡ്രസ്സും അങ്ങനെയായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇത് അപ്പം തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരത് കഴിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ദീമോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ എന്താ പറയുക ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ആ ടൈമിൻ്റെ ഇടയിൽ പോപ്പീൻ്റെ സൗണ്ടും പശുവിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി വീഡിയോ കേട്ടപ്പോൾ. അത് ഞാനത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തത് കേട്ടോ. കാരണം ഈ കുട്ടി പിന്നെ ഒരു ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് കൊടുത്തപ്പോൾ എന്താ പറയുക അവൾക്കത് ഓപ്പൺ ചെയ്ത് കാണാനുള്ള ആ ഒരു ഇത്. അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ഓപ്പൺ ചെയ്യുകയാണേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യണ്ട, ഇനി ഒരു സമ്മാനം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവർക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തിട്ടോ. അതുപോലെ അച്ഛൻ്റെ വകയൊരു കുഞ്ഞ് ഗിഫ്റ്റും 2 ഗിഫ്റ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ എന്താ പറയുക അവൾക്ക് അവൾ പറഞ്ഞു അമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ വേണം. അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങുന്ന എന്തായാലും ഒരു ഗിഫ്റ്റ് കവറിലൊക്കെ പാക്ക് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കുക ചെയ്തത്. കാരണം അവളെ സന്തോഷമാണ് നമുക്ക് വലുത്. ഞാൻ കുട്ടീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തന്നെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഞാൻ വയനാട് വീട്ടിലായപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റും എനിക്ക് അമ്മയെ തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഹലോ, അപ്പോൾ ഇതാ നമ്മുടെ ദീപമോളെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, കേക്ക് കട്ടിങ് കഴിഞ്ഞു. ദീപ കുറച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പറയുമ്പോൾ കറണ്ട് വന്നും പോയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക അപ്പോൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് അത് വീഡിയോ എടുത്തത് കേട്ടോ. കാരണം അന്ന് തന്നെ ഓപ്പൺ ചെയ്തു. ദീപമോക്ക് അത് കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തില്ല ദീ കുട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കാണാം, എന്തൊക്കെയാണോ കിട്ടിയുള്ള ഗിഫ്റ്റുകളൊന്ന് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ ദീകുട്ടി കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അവൾ എപ്പോഴും പറയും അവൾക്ക് ഇങ്ങനത്തെ പോലെ ഒരു കുഞ്ഞ് ഫാന് വേണം, നമ്മ എനിക്ക് കുഞ്ഞ് ഫാന് വേണമെന്ന് പറയും. പക്ഷെ അവളിത് കണ്ടിട്ടൊന്നല്ല, പക്ഷെ കുഞ്ഞ് ഫാന് വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഓൺലൈനിൽ ഇത് കണ്ടത്. അപ്പോൾ അവൾക്ക് വാങ്ങി. പക്ഷെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് നല്ല കാറ്റുണ്ട്. നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഇതാണ് ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തന്നെ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റാൻഡും ഉണ്ട്. ആ സ്റ്റാൻഡിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കടയിൽ വെച്ചിട്ട് നമുക്ക് തന്നെ നോക്കിയാൽ കാറ്റൊക്കെ കിട്ടുന്നത്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഇത് വാങ്ങി അന്ന് രാത്രി കറണ്ട് പോയിട്ടോ. അപ്പോൾ ദീപമോക്ക് എന്താണ് അന്ന് ഫുള്ള് അവിടെ ഇത് ഉപയോഗിച്ച് കിടന്നുറങ്ങിയത്. അപ്പോൾ പക്ഷെ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. രാത്രി കറണ്ട് പോയാലൊക്കെ കണ്ടോ. നല്ല കൂട്ടുകാരേ ഇപ്പൊ ഇതാണ് നമ്മളെ അവസ്ഥ. എന്താ വെച്ചാൽ എപ്പോഴും ആ ഫാന് വേണം. അമ്മ രാത്രി കറണ്ട് പോയാലോ ഞാൻ എൻ്റെ അടുത്ത് കൊടുന്ന് വയ്ക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറയാം, അമ്മ എൻ്റെ അടുത്ത് കൊടുന്ന് വയ്ക്കുക, കറണ്ട് പോയാൽ എനിക്ക് വേഗം എടുത്ത് ആക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക് കിട്ടിയപ്പോൾ. പിന്നെ അവൾക്ക് കിട്ടിയൊരു കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടിയ ഗിഫ്റ്റാണ് ഇത്. ഇത് ദീകുട്ടീൻ്റെ അച്ഛൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ദീകുട്ടിക്ക് ബർത്ത്ഡേക്ക് ദീകുട്ടീൻ്റെ കാലുള്ളത് കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തായാലും സ്വർണ്ണപ്പാസിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിളിങ്കിലും വാങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ കുട്ടിക്ക് അവളുടെ സ്വർണ്ണപ്പാസിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ അത് അറിയുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാല് വണ്ണം വയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ദീമോളെ കിളിക്ക് പാസിലാണ് നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാൻ. എന്താ കിളികിളിയിൽ ആദ്യം ഉണ്ടായിരുന്ന അങ്ങനെ തന്നെ എന്നിട്ട്. കാരണം ഇതാകുമ്പോൾ അവരെവിടെയാണെങ്കിലും നമുക്കറിയാൻ പറ്റും. നമ്മൾ വിളിച്ചിട്ട് മിണ്ടിയിട്ടില്ലെങ്കിലും അവരെവിടെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് പിന്നെ ഇതെന്നെ വാങ്ങിച്ചത് കേട്ടോ. രസമാണല്ലോ കുട്ടികളുടെ കാലം ഇങ്ങനെ കിടക്കുന്നത് കാണാൻ. അത് ഓഫാക്കി വയ്ക്കുകയോ. പിന്നെ നമുക്ക് പിന്തിയുമോ കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത്. കണ്ടോ,
വെള്ളി കൈച്ചേനോ വെള്ളി വളയോ അങ്ങനെയൊക്കെ പറയാം അതിന്. നമ്മളെ കുട്ടികളുടെ കയ്യിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. അപ്പോൾ എന്തായാലും ദീപക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അമ്മമ്മയും അച്ഛച്ചിയും കൂടി വാങ്ങിയതാണ് ദീകുട്ടിക്ക് ഇത്. അവള് ബർത്ത്ഡേക്ക് കേട്ടോ. ദീകുട്ടി വാ, അമ്മ കയ്യിലിട്ടേ വാ. ഇത് അഴിക്കരുത് കേട്ടോ ദിയോ, എപ്പോഴും അഴിക്കാൻ പാടില്ലേ. എപ്പോഴും ഊരിടൊന്നും ചെയ്യരുത് കേട്ടോ. ഒന്ന് എണീറ്റ് നിൽക്കുന്നേ, കാണിച്ചെടുത്തേ. കണ്ട കയ്യണ്ട. ഇതാണ് ദിയുവിൻ്റെ കുഞ്ഞുവള. അവൾക്കിപ്പോൾ ഒന്നും കൂടെ തടിക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതിവിടെ ഉണ്ട്. കണ്ട ഒരു കുഞ്ഞിതുണ്ട്. അപ്പോൾ കുറച്ച് വലുതായാലും നമുക്ക് ഇടാം, യൂസ് ചെയ്യാം, കേട് വരുത്തിയിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അതാണ് ദീകുട്ടീൻ്റെ അമ്മമ്മയും അച്ഛച്ചി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കുഞ്ഞുവള. അല്ല ദിയ ഇഷ്ടപ്പെട്ടോ? അതുപോലെ ഒരു ഗിഫ്റ്റും കൂടി അമ്മമ്മയും അച്ഛനും ആകെ ഉണ്ടായിരുന്നു. ഒരു ഡ്രസ്സും കൂടെ കേട്ടോ. ഇതാ ഒരു എന്താ പറയുക, ഇങ്ങനെ ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പും കോളറൊക്കെ ഉള്ള ഒരു കുഞ്ഞ് കൈയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഷർട്ട് പോലെ, ഷർട്ടും അതുപോലെ ഒരു 3/4 കേട്ടോ. അങ്ങനെ ദീപക്ക് 2 ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അമ്മമ്മേൻ്റെ അച്ഛച്ചേരി എടുക്കുന്നത് കേട്ടോ. അതുപോലെ മാമ എന്ത് ചെയ്തു, അവൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക്, അവൾ പറയുന്ന രീതിയിലുള്ള കേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കേക്ക് മാമയുടെ വക ചെയ്ത് കൊടുത്തു. പിന്നെ വയനാട്ടിൽ നിന്ന് അമ്മയും അനിയനും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴയും ബുദ്ധിമുട്ടും കാര്യങ്ങളും, പിന്നെ അവിടെ വരാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അവർ അടുത്ത മാസം വരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വയനാട് വീട്ടിലായിരുന്നേ, ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയും എനിക്ക് തരാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള ഗിഫ്റ്റാണേ. 2 ടോപ്പ്, ഒന്നൊരു ബ്ലൂ കളറും ഒന്നൊരു ലൈറ്റ് ഗ്രീൻ, നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ 2 ടോപ്പ് എനിക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബർത്ത്ഡേക്ക് ഇക്കും ദീകുട്ടിക്കും കൂടി കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ കേട്ടോ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്ക് അടിപൊളിയായി. എന്താ പറയുക, ദീകുട്ടി ഭയങ്കര ഹാപ്പിയായി. ബലൂണും കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൽ പറഞ്ഞാൽ ആ ബലൂൺ ഞാൻ വീർപ്പിച്ച് വെച്ച സമയത്ത് അത് കണ്ടപ്പോൾ ചിലവർക്ക് അത് 6ആയിട്ടും അതുപോലെ 4ആയിട്ടും പല കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും 4ആണത്. അത് നമ്മൾ ഡ്രസ്സിൻ്റെ മറവിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് 6ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ 4 തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെ പിറന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ദീമോക്ക് ആകെയുള്ള കണ്ടീഷൻ പറഞ്ഞാൽ എനിക്ക് സർപ്രൈസുകൾ വേണം, കുഞ്ഞു സമ്മാനങ്ങൾ വേണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കുഞ്ഞു സർപ്രൈസുകൾ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു സമ്മാനങ്ങൾ കൊടുത്തു. ഉടുപ്പ് വാങ്ങി, നല്ല ഭംഗിയുള്ള ഉടുപ്പ് തന്നെയായിരുന്നു, റെഡിമെയ്ഡ് എടുത്തതാണ് നമ്മൾ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, സദ്യ ഒരുക്കി കഴിച്ചു. അപ്പോൾ ദിയമോളെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ഇനി ദിയമോൾ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ജൂൺ തൊട്ട് സ്കൂളിലേക്ക് പോവുകയാണേ. സൗണ്ട് ഉണ്ട്. അപ്പോൾ ദീകുട്ടി ഇങ്ങനെ എന്താ പറയുക, സ്കൂളിൽ പോകാനായിട്ടോ. ജൂൺ തൊട്ട് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ കുഞ്ഞിപ്പണ്ടി ഞാൻ അംഗൻവാടിക്ക് നല്ല പോകണമെന്നില്ല മോളെ. നീ ഇങ്ങോട്ട് പോണേ, അവർക്ക് പറയും, സൗണ്ടിൽ പറയും സ്കൂളിലേക്ക്. അപ്പോൾ ദിയമോളെ അംഗൻവാടിയിൽ 3 കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ 4 ആളും കൂടെയാണ് അംഗൻവാടിയിൽ നിന്ന് ഒരു സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ദിയമോള്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ നമ്മൾ ദിയമോളെ ബർത്ത്ഡേ 4-ൻ്റെ അന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ജൂണിലാണ്. പക്ഷേ ബർത്ത്ഡേൻ്റെ അന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ പറ്റിയില്ല. ദിയമോൾ സ്കൂളിൽ പോകാൻ ശേഷമായിരിക്കും ഇത് വീഡിയോ വരുന്നുണ്ടാവുക. എന്തായാലും നിങ്ങൾ ക്ഷമിക്കണേ.